ഒന്ന് ദിനവൃത്താന്തം 3-ാം അധ്യായം. ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാരാവിത്. ഇസ്രായേൽക്കാരത്തിയായ അഹീനോവാം പ്രസവിച്ച അമ്നോൻ ആദ്യജാതൻ. കർമ്മേൽക്കാരത്തിയായ അബീഗേൽ പ്രസവിച്ച ദാനിയേൽ രണ്ടാമൻ. ഗഷൂർ രാജാവായ തൽമായിയുടെ മകളായ മയഗയുടെ മകൻ അബ്ശാലോം മൂന്നാമൻ. ഹഗ്ഗീത്തിൻ്റെ മകൻ അദോനിയാവ് നാലാമൻ. അബീദാൽ പ്രസവിച്ച ഷെഫത്യാവ് അഞ്ചാമൻ. അവൻ്റെ ഭാര്യ എഗ്ല പ്രസവിച്ച ഇത്ര്യരാം ആറാമൻ. ഈ 6 പേരും അവനെ ഹെബ്രോനിൽ വെച്ച് ജനിച്ചു. അവിടെ അവൻ 7 സംവത്സരവും 6 മാസവും വാണു. യെരുശലേമിൽ അവൻ 33 സംവത്സരം വാണു. യെരുശലേമിൽ വെച്ച് അവന് ജനിച്ചവരാവിത്. അമ്മിയേലിൻ്റെ മകളായ ബത്ശൂവ പ്രസവിച്ച ശിമയ്യ, ശോബാബ്, നാദാൻ, ചൽമോൻ എന്നീ 4 പേരും. ഇബ്ഹാർ, എലീഷാമ, എലീഫേലത്ത്, നോഗഗ്, നേഫഗ്, യാഫിയ, എലീഷാമ, എല്യാദ, എലീഫേലത്ത് എന്നീ 9 പേരും. വെപ്പാട്ടികളുടെ പുത്രന്മാരൊഴികെ ദാവീദിന് പുത്രന്മാരൊക്കെയും ഇവരത്രേ. താമാർ അവരുടെ സഹോദരിയായിരുന്നു. ശൽമോൻ്റെ മകൻ രഹബയാം, അവൻ്റെ മകൻ അബിയാവ്, അവൻ്റെ മകൻ ആസ, അവൻ്റെ മകൻ യഹോഷാഫാത്ത്, അവൻ്റെ മകൻ യഹോരാം, അവൻ്റെ മകൻ അഹസ്യാവ്, അവൻ്റെ മകൻ യോവാശ്, അവൻ്റെ മകൻ അമസ്യാവ്, അവൻ്റെ മകൻ അസര്യാവ്, അവൻ്റെ മകൻ യോദാം, അവൻ്റെ മകൻ ആഹാസ്, അവൻ്റെ മകൻ ഹിസ്കിയാവ്, അവൻ്റെ മകൻ മനശ്ശെ, അവൻ്റെ മകൻ ആമോൻ, അവൻ്റെ മകൻ യോഷിയാവ്. യോഷിയാവിൻ്റെ പുത്രന്മാർ: ആദ്യജാതൻ യോഹന്നാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സിദക്കിയാവ്, നാലാമൻ ശല്ലൂം. യഹോയാക്കീമിൻ്റെ പുത്രന്മാർ: അവൻ്റെ മകൻ യൊഖന്യാവ്, അവൻ്റെ മകൻ സിദക്കിയാവ്. ബദ്ധനായ യൊഖന്യാവിൻ്റെ പുത്രന്മാർ: അവൻ്റെ മകൻ ഷെയൽത്തിയേൽ, മൽക്കീരാം, പെദയാവ്, ഷെനസർ, യെക്കമ്യാവ്, ഹോഷാമ, നെദബ്യാവ്. പെദയാവിൻ്റെ മക്കൾ സെരുബാബേൽ, ഷിമയി. സെരുബാബേലിൻ്റെ മക്കൾ മെഷുല്ലാം, ഹനന്യാവ്, അവരുടെ സഹോദരി ഷെലോമീത്ത് എന്നിവരും. ഹഷൂബ, ഓഹൽ, ബെരക്യാവ്, ഹസദ്യാവ്, യൂഷബ്, ഹേസദ് എന്നീ 5 പേരും തന്നെ. ഹനന്യാവിൻ്റെ മക്കൾ പെലത്യാവ്, എഷയാവ്. രഫയാമിൻ്റെ മക്കൾ അർനാൻ്റെ മക്കൾ, ഒബദ്യാവിൻ്റെ മക്കൾ ഷെകന്യാവിൻ്റെ മക്കൾ. ഷെകന്യാവിൻ്റെ മക്കൾ ഷെമയാവ്, ഷെമയാവിൻ്റെ മക്കൾ ഹത്തൂഷ്, ഇഗാൽ, ബാരിഹ്. നെയര്യാവിൻ്റെ മക്കൾ എല്യോവനായി, ഹിസ്കിയാവ്, അസ്രിക്കാം. ഇങ്ങനെ 3 പേർ. എല്യോവനായിയുടെ മക്കൾ ഹോദബ്യാവ്, എല്യാഷീബ്, പെലയാവ്, അക്കൂബ്, യോഹന്നാൻ, ദലയാവ്, അനോനി. ഇങ്ങനെ 7 പേർ.